സഖാവ് എം സ്വരാജിനെ കുറിച്ച് നിരന്തരം അവമതിപ്പും ദുഷിപ്പും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ഓൺലൈൻ കാട്ടപരാധങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ നിവൃത്തിയേയില്ല. കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിന്റെ പരിച്ഛേദമായ ഒരു ചെറുപ്പക്കാരനെ പിന്നെയും അപമാനിക്കുന്നതിന് പിന്നിൽ കേരളത്തിൽ കാലാകാലം വെറുപ്പും വിദ്വേഷവും വിറ്റ് ജീവിക്കാം എന്ന വിശ്വാസത്തിന്റെ കുന്തളിപ്പാണ്. ഈ കാട്ടപരാധങ്ങൾ 1000 വർഷം മാപ്രാപ്പണി നടത്തിയാലും സഖാവ് സ്വരാജ് എഴുതിയിട്ടുള്ള ഒരു വരിയുടെ നിലവാരത്തിലേക്ക് പോലും ഇവറ്റകളൊന്നും എത്തില്ലെന്ന് പറയാതെ വയ്യ. 4 നൂറ്റാണ്ടുകാലം ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായി ശിരസ്സുയർത്തി നിന്ന ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് 1992 ഡിസംബർ 6-നാണ്. 27 വർഷങ്ങൾക്കു ശേഷം തർക്കസ്ഥലം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാൻ പരമോന്നത നീതിപീഠം ഉത്തരവിട്ടപ്പോൾ സഖാവ് സ്വരാജ് ഇങ്ങനെ എഴുതി: വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ? ഇന്ത്യയിലെ 140 കോടി മനുഷ്യരിൽ പരമോന്നത നീതിപീഠത്തിന്റെ നീതിയെക്കുറിച്ച് ഇങ്ങനെ എഴുതാൻ ചങ്കൂറ്റം കാണിച്ച ഒരേ ഒരു പൗരന്റെ പേര് എം സ്വരാജ്. ബാബറി മസ്ജിദ് തകർത്ത കേസിലെ പ്രതികളെ മുഴുവൻ ലക്നൌ CBI കോടതി വെറുതെ വിട്ടപ്പോൾ സ്വരാജ് പിന്നെയും എഴുതി: ന്യായം തിരയരുത്, നീതിയെക്കുറിച്ച് ചിന്തിക്കുക പോലുമരുത്, ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെയാണ്. 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രയേലിലേക്ക് മിന്നലാക്രമണം നടത്തിയപ്പോൾ അത് ഒരു ഭീകരാക്രമണമാണ് എന്ന് കേരളത്തിലും പൊതുബോധം രൂപപ്പെടുത്താൻ കുറുക്കന്മാർ കിണഞ്ഞു പരിശ്രമിച്ചപ്പോൾ ചരിത്രത്തോട് മുഖാമുഖം നിന്നുകൊണ്ട് അയാൾ പിന്നെയും എഴുതി: ഇസ്രയേലിനെയും പലസ്തീനെയും ഇരുവശങ്ങളിലായി നിർത്തി നിഷ്പക്ഷ വിശകലനം തുടങ്ങുന്ന ഇടത്ത് തന്നെ കൊടിയ അനീതി സംഭവിച്ചു കഴിഞ്ഞുവെന്ന്. 8 പതിറ്റാണ്ടായി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരാണ് പലസ്തീനികളെന്ന്, അവർ എന്ത് തന്നെ ചെയ്താലും അവർ നിരപരാധികളാണ് എന്ന്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയായ ഗുജറാത്ത് കൂട്ടക്കൊലയുടെ കാലത്ത് ബാബു ബജ്രംഗി എന്ന അധമൻ ചെയ്ത ക്രൂരകൃത്യങ്ങൾ പ്രമേയമായ എമ്പുരാൻ എന്ന സിനിമ റീസെൻസർ ചെയ്യാൻ തീരുമാനിക്കപ്പെട്ടപ്പോൾ അയാൾ പിന്നെയും എഴുതി: നുണ രാജ്യം ഭരിക്കുന്ന കാലത്ത് സത്യം സെൻസർ ചെയ്യപ്പെടുമെന്ന്. കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ ചടങ്ങിൽ സ്ഫോടനം നടന്നപ്പോൾ അതിന് പിന്നിൽ കേരളത്തിലെ മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിച്ച വെറുപ്പിന്റെ ദല്ലാളന്മാരാണ് ഇപ്പോൾ സ്വരാജിന് സ്വഭാവ സർട്ടിഫിക്കറ്റുമായി ഇറങ്ങിയിരിക്കുന്നത്. അത്തരം അപരാധങ്ങളോട് നിലമ്പൂരിനും കേരളത്തിനും പറയാനുള്ള ഭാഷ തുടരും സിനിമയിലെ ജോർജ് സാറിന്റെ ഭാഷയായിരിക്കും. ചെറ്റവർത്താനം പറയാതാ, ഒന്നും മിണ്ടാതിരിക്കടാ കാട്ടപരാധമേ.